ഹലോ നമസ്കാരം, ഞാൻ രേഷു. എല്ലാവർക്കും രേഷൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒരു ഫലമാണ് ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ ചക്ക നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം പോഷക മൂല്യങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ചക്കയിൽ. അപ്പോൾ ചക്കപ്പഴവും ചക്കക്കുരുവും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിരോധശേഷി ലഭിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഭക്ഷണം തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അതുകൊണ്ട് ഇത്തരം വിഭവങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും കഴിക്കേണ്ടതാണ്. എല്ലാ സമയത്തും ഇതൊന്നും കിട്ടാറില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിക്കണം. ഇത് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചക്കക്കുരു ഹൽവയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ചക്കക്കുരു ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 25 ചക്കക്കുരുവാണ് ഇതുള്ളത്. ഇത് നമുക്ക് കുക്കറിലിട്ട്, അതായത് നന്നായി കഴുകി നമുക്ക് കുക്കറിലിട്ട് നന്നായി ഇത് വേവിച്ചെടുക്കാം. ചക്കക്കുരു എടുക്കുന്ന സമയത്ത് നല്ല ചക്കക്കുരു വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് ഒരു 10 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇത് കുറച്ച് വേവില്ല ചക്കക്കുരുവാണ്, അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് വിസിൽ വേണ്ടി വരും. ചക്കക്കുരു നന്നായി വെന്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തൊലി കളയാവുന്നതാണ്. പക്ഷെ ഞാൻ കളയുന്നില്ല, കാരണം ഇതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഞാൻ കളയാതെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കളഞ്ഞിട്ട് ഉണ്ടാക്കാം. ഇത് നമുക്ക് മാക്സിമം നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കാം. ആവശ്യമായ ശർക്കര പാനീയം നമുക്ക് ഉണ്ടാക്കാം. അതിനായി ഞാൻ 3 കഷണം വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച് ശർക്കര പാനീയം തയ്യാറാക്കാം. പാനീയം റെഡി ആയിട്ടുണ്ട്. ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് അരിച്ചെടുക്കാം. ഇനി ഈ ചതച്ച് വെച്ച ചക്കക്കുരു നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിച്ചെടുത്ത ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 ഏലക്കായ. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അരക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി പാനിൽ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുന്തിരിങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഇനി ഇതേ പാനിൽ തന്നെ നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച ചക്കക്കുരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുറുക്കി എടുക്കണം.
ഏകദേശം ഒരു 1/4 മണിക്കൂർ വരെ ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ചക്ക സീസൺ ആയതുകൊണ്ട് ചക്കക്കുരു കിട്ടാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. അപ്പോൾ ചക്കക്കുരു കൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചക്കക്കുരു അന്വേഷിച്ച് പോകുന്നതായിരിക്കും. പൊതുവെ കേരളത്തിലുള്ളവർ എന്താ ചെയ്യുക, ചക്കയൊക്കെ എക്സ്പോർട്ട് ചെയ്യുക ചെയ്യൽ. ഇതൊക്കെ നിങ്ങൾ അറിയുകയാണെങ്കിൽ ഇതൊന്നും എക്സ്പോർട്ട് ചെയ്യാനൊന്നും പോവുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള വിഭവങ്ങളെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇത് കുറുകി വന്നതിന് ശേഷം മാത്രം വാങ്ങി വെച്ചാൽ മതി. നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലായാലും നമുക്കിത് വാങ്ങി വയ്ക്കാം. വാങ്ങി വയ്ക്കുന്നതിന് മുമ്പേ കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്റ്റീൽ പാത്രത്തിൽ എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഈ നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ ചൂടാറാൻ വയ്ക്കാം. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ വേണമെങ്കിൽ ഒരു അരമണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കാം. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ചക്കക്കുരു ഹൽവയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോയുമായി ഞാൻ വീണ്ടും കാണുന്നതാണ്. അതുവരെ ഓക്കെ, ബൈ.